ഹായ് ഫ്രണ്ട്സ്, പത്തനംതിട്ടയിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കണ്ടു, അനാമികയും അമ്മയും കൂടെ നവ്യ കുടിക്കണമെന്ന് കരുതി വിഷം കലർത്തിയ ആ പാല് കുടിക്കുന്നത് മറ്റാരുമല്ല, ദേവയാനി തന്നെയാണ്. ദേവയാനി അങ്ങനെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും വളരെ സീരിയസ് കണ്ടീഷനായിട്ട് പിന്നീട് തുടരുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ ദേവയാനിക്ക് വലിയൊരു മാറ്റമാണ് കേട്ടോ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നുമല്ല, നയനയുടെ മഹത്വം എത്രമാത്രമാണെന്നെല്ലാം ദേവയാനി മനസ്സിലാക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. അതോടൊപ്പം തന്നെ അനാമികയുടെ മനസ്സിൽ ദേവയാനിയുടെ സ്ഥാനം എത്രമാത്രമാണെന്ന് തെളിവ് സഹിതം തന്നെ ദേവയാനി തിരിച്ചറിയാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നവ്യയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ആ പാല് കുടിക്കുന്നതോടുകൂടി തന്നെ ദേവയാനി തലചുറ്റി വീഴുകയാണ്. ഈ സമയം തന്നെ ജയനും ആദർശും കൂടിയിട്ടാണ് ദേവയാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഡോക്ടറാണെങ്കിൽ പരിശോധിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ദേവയാനിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെയധികം ക്രിട്ടിക്കലാണ്. മാത്രമല്ല, ഇനി ഉടനെ ഒന്നും ദേവയാനിക്ക് പഴയ പോലെ എഴുന്നേറ്റ് നടക്കാനും കഴിയില്ല. അവരുടെ കൈയും കാലും ഒക്കെ ശരിക്കും തളർന്നു പോയിട്ടുണ്ട് എന്നൊരു ഞെട്ടിപ്പിക്കുന്ന ദുരന്ത വാർത്ത തന്നെയാണ് ഡോക്ടർ അവരോടായിട്ട് പറയുന്നത്. ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും ഇനി ഉടനെ ഒന്നും ഒരിക്കലും ഈ അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ദേവയാനിക്ക് സാധിക്കില്ല എന്നും ഡോക്ടർ പറയുന്നുണ്ട്. കേൾക്കുന്ന ആദർശനും ജയനും ഒക്കെ ആണെങ്കിലും അവർ ശരിക്കും തകർന്നു പോകുന്നുണ്ട്. എന്തായാലും ആ ക്രിട്ടിക്കൽ സ്റ്റേജെല്ലാം ദേവയാനി തരണം ചെയ്യുന്നുണ്ട്. എങ്കിലും മരുന്നുകളിൽ തന്നെയായിരിക്കും ദേവയാനിയുടെ ഇനിയുള്ള കുറച്ചു നാളത്തെ ജീവിതമെന്ന് ഡോക്ടർ അറിയിക്കുന്നുണ്ട്. മരുന്നെല്ലാം എഴുതി കൊടുത്തുകൊണ്ട് തന്നെ അവരെ വീട്ടിലേക്ക് ഇത് പറഞ്ഞയക്കുന്നു. വീട്ടിലെത്തിയതിനു ശേഷമായിരിക്കും കേട്ടോ ദേവയാനിയുടെ ഈ അസുഖവിവരമെല്ലാം അറിഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും അയനയ്ക്കും എല്ലാവർക്കും വളരെയധികം സങ്കടമാവുകയാണ്. അമ്മ ഇനി ജീവിതകാലം മുഴുവൻ കിടപ്പിലായിരിക്കും, ശരീരമൊക്കെ കണ്ടില്ലേ, ആകെ ക്ഷീണിച്ചിരിക്കുന്നു എന്നിങ്ങനെ ആദർശ് പറയുമ്പോ ഇതെല്ലാം കേൾക്കുമ്പോ നയനയുടെ നെഞ്ച് പിടയുകയാണ്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനിയോടായിട്ട് പറയാണ്, ദേവയാനി നീ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, ഈശ്വരനായിട്ട് നിനക്ക് തന്ന ശിക്ഷയാണിത്. അത്രമാത്രം ക്രൂരതയാണ് നീ നയനമോളോട് ചെയ്തിരുന്നത്. ദേവയാനിയാണെങ്കിൽ അത് കേൾക്കുന്നുണ്ട്. പക്ഷെ മറുത്തൊരക്ഷരം സംസാരിക്കാൻ കഴിയില്ലല്ലോ. തന്റെ വിധിയെ പഴിച്ച് സങ്കടപ്പെട്ട് കിടക്കുകയാണ് ദേവയാനി ആ സമയം. ഇനി ഏതായാലും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ തന്നെ ഏർപ്പാടാക്കാമെന്ന് ആദർശ് ഇങ്ങനെ പറയുന്നത് കേട്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ, നമ്മുടെ അമ്മയല്ലേ, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവും കൂടാതെ ഇനി ഞാൻ തന്നെ നോക്കിക്കോളാം. ഇനി ഏതായാലും അമ്മയുടെ അസുഖം മാറുന്നത് വരെ ഞാൻ അമ്മയുടെ മുറിയിൽ തന്നെയാണ് കഴിയുന്നത് എന്നെല്ലാം നയന പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നയന ദേവയാനിയുടെ റൂമിലോട്ട് പോവുകയാണ്. ദേവയാനിക്ക് നല്ല ഭക്ഷണവും മരുന്നും എല്ലാം കൃത്യസമയത്ത് തന്നെ എടുത്തു കൊടുത്തുകൊണ്ട് നയന ദേവയാനിയെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഒരു മകള് സ്വന്തം അമ്മയെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടു കൂടിയാണ് നയന ദേവയാനിയെ പരിചരിക്കുന്നത്. ഏതായാലും നവ്യയ്ക്ക് വെച്ച കെണിയില് ദേവയാനി പെട്ടതോർത്ത് അനാമികയും അവളുടെ അമ്മയാണെങ്കിലും കുറച്ചൊന്ന് അടങ്ങുന്നുണ്ട്. പിന്നീട് എന്തൊക്കെ പറഞ്ഞാലും അനാമികയ്ക്ക് ആ വീട്ടിൽ സകല പിന്തുണയും കൊടുത്തിരുന്നത് ദേവയാനി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് അവരെയും ഒന്ന് വിഷമിപ്പിക്കുന്നുണ്ട്. ഏതായാലും ദേവയാനി ഒന്ന് ബോധിപ്പിക്കാനെന്നോണം അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ കൂടി ദേവയാനിയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. ദേവയാനി തന്റെ റൂമിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് രേവതി പറയുന്നുണ്ട് കേട്ടോ, എന്നാലും ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ വേണുവേട്ടാ, എങ്ങനെ ഓടിച്ചാടി നടന്ന ഒരു സ്ത്രീ ആയിരുന്നു ആദർശ് അമ്മക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പരിതപിക്കുന്നത് കാണുമ്പോ വേണുവും പറയുന്നുണ്ട്, അതെ, കഷ്ടമായി പോയി, ഇനി ഒരിക്കലും ആദർശ് അമ്മ ജീവിതത്തിലേക്ക് പഴയതുപോലെ തിരിച്ചു വരില്ല എന്നല്ലേ ഡോക്ടറും പറഞ്ഞിരിക്കുന്നത്. എന്നാലും ദൈവത്തിന്റെ ഒരു വിധിയെ വല്ലാത്ത കഷ്ടമായി പോയി. ശേഷം രേവതിയാണെങ്കിൽ അനാമികയെ മാറ്റി നിർത്തിക്കൊണ്ട്, അനാമികയെ നീ ഇനി ഒരു കാര്യം ചെയ്യേ, ഇനി മുതൽ നീ തന്നെ ദേവയാനി പരിചരിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ നോക്ക്. നീ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ, അത് കണ്ട് നിന്നെ ഇവിടെയുള്ള എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങും. കിട്ടാനുള്ളതൊക്കെ നമുക്ക് വേഗത്തിൽ അങ്ങ് അടിച്ചെടുക്കാനും പറ്റും. പക്ഷെ രേവതിയുടെ ഈ വാക്കുകൾ അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പറ്റില്ല, എന്നെ കൊണ്ടൊന്നും ഈ തള്ളയെ പരിചരിക്കാൻ പറ്റില്ല. കാര്യമൊക്കെ ശരിയാ, ഇത്രയും കാലം ഞാൻ വല്യമ്മേ എന്നൊക്കെ വിളിച്ച് ഇവരുടെ പുറകെ നടന്നു. പക്ഷെ അതൊക്കെ എന്റെ കാര്യം നേടാൻ വേണ്ടി മാത്രമായിരുന്നു, അതെല്ലാം നാടകമായിരുന്നെന്ന് നിങ്ങൾക്കും അറിയാലോ. ആ നയന എന്ന് പറയുന്നവൾക്ക് നല്ലൊരു മുട്ടൻ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ തള്ളയോട് ഇത്രമാത്രം സ്നേഹം കാണിച്ചത്. പക്ഷെ ഇനി ഒരിക്കലും ആ തള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊന്നും പോകുന്നില്ലല്ലോ അമ്മേ. ജീവിതകാലം മുഴുവൻ അവർ ഇതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുമല്ലേ ഉള്ളൂ. ഇവർക്ക് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇവരെ പരിചരിച്ചിട്ട് ഇനി എനിക്ക് എന്ത് നേട്ടം കിട്ടാനാ അമ്മേ, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് കേട്ടോ. അനാമിക തീർത്തും പറയുകയാണ് അങ്ങനെ. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം ദേവയാനി കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന ദേവയാനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമാണ് വരുന്നത്. നിറ കണ്ണുകളോടെ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അനാമിക മോളെ, എന്നാലും ഞാൻ നിന്നെ
എന്റെ സ്വന്തം മോളെ പോലെയല്ലേടി സ്നേഹിച്ചത്. എന്നിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കടന്നു വന്നപ്പോ നീയും എന്നെ കൈയൊഴിയുകയാണോ? നിന്റെ മനസ്സിലിരിപ്പ് അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ? ദൈവമേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴല്ലേ എന്റെ കൂടെ ആരൊക്കെ നിൽക്കും, ആരൊക്കെ തള്ളി പറയും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത്രയും കാലം ഞാൻ ഇവളെയാണല്ലോ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് തലയിൽ കയറ്റി നടന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദേവയാനിക്ക് തന്നെ ഒത്തിരി സങ്കടാവുന്നുണ്ട്, തകർന്നു പോകുന്നുണ്ട് ദേവയാനി. അപ്പൊ ദേവയാനിയുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരുന്നത് കാണുന്ന നയനയാണെങ്കിൽ, അയ്യോ അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്താ അമ്മേ, ഇനി ഒരിക്കലും ഡോക്ടർ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണോ അമ്മ വിഷമിക്കുന്നത്? എന്നാലേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. എന്റെ അമ്മയുടെ അസുഖമൊക്കെ മാറും, എത്രയും പെട്ടെന്ന് തന്നെ മാറും. അസുഖമെല്ലാം മാറി അമ്മ ഓടിച്ചാടി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി ഞാനും ഈ 41 ദിവസം വ്രതം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നത് വേറെ ആരുമല്ല, നയന തന്നെയാണ്. ദേവയാനി ശത്രുവായി കരുതിയിരുന്ന നയന തന്നെ. അങ്ങനെ നയനയുടെ ആ ഒരു ആത്മാർത്ഥ സ്നേഹവും കെയറിങ്ങും ഒക്കെ കാണുന്ന സമയത്ത് ദേവയാനിക്കാണെങ്കിലും വളരെയധികം സങ്കടമാവുന്നുണ്ട്. എത്രമാത്രം നന്മയുള്ള എന്റെ നയനമോളെ ആയിരുന്നല്ലോ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെടുത്തിയത്. പിന്നീട് നയനയാകട്ടെ ദേവയാനിയെ വീൽ ചെയറിലെല്ലാം ഇരുത്തിയതിനു ശേഷം അനന്തപുരിയുടെ പരിസരമൊക്കെ ചുറ്റി കാണിക്കുന്നുണ്ട്. അനന്തപുരി തറവാടിന്റെ വീടും പരിസരവും എല്ലാം തന്നെ ദേവയാനിക്ക് ഇങ്ങനെ ചുറ്റി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവരെ പുച്ഛത്തോടെ കളിയാക്കി ചിരിക്കുന്നുണ്ടാവും രേവതിയും അനാമികയും ഒക്കെ. രേവതി ചോദിക്കുന്നുണ്ട് നയനയോട്, അല്ല നയനെ, നീ എന്തിനാ ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇനി ഒരിക്കലും ഇവര് ജീവിതത്തിൽ എഴുന്നേറ്റ് പോലും നടക്കില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഇവരെന്നും കിടപ്പിൽ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇനി മുതൽ ഇവരുടെ ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങും. നീ എന്തിനാ ഇവരെ കയറിയത്? നിന്റെ സമയം കൂടെ പാഴാക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയനയ്ക്ക് അങ്ങോട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നയന എടുത്തടിച്ചതുപോലെ പറയുന്നുണ്ട്, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അമ്മയുടെ വിധി തീരുമാനിക്കുന്നത് നിങ്ങളല്ല. എന്റെ അമ്മയ്ക്ക് പഴയതുപോലെ ആവാനും പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ആക്കി എടുക്കും ഞാൻ. അതിലെനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ വെറുതെ എന്റെ അമ്മയെ കളിയാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നയന. പിന്നീട് അങ്ങനെ 41 ദിവസം കഴിയുമ്പോഴേക്കും ആദർശിന്റെ വ്രതമൊക്കെ അവസാനിക്കുന്നുണ്ട്. ആദർശും അനിയന്മാരും ജയനും അജയനും ഒക്കെ മല ചവിട്ടി തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് വരുന്ന സമയം കൊണ്ട് തന്നെ ദേവയാനിയുടെ അസുഖമല്ല പൂർണ്ണമായിട്ട് ഭേദമാവുന്നുണ്ട്. ദേവയാനി പഴയതുപോലെ ഓടിച്ചാടി ആ വീട്ടിലെ എല്ലായിടത്തും പഴയതിലും സ്മാർട്ടായി നടക്കുന്ന സമയത്ത് ആദർശും അങ്ങനെ ദേവയാനി സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഡോക്ടർമാര് പോലും വിധി എഴുതിയതാണ് ഇനി ഒരിക്കലും ദേവയാനി എഴുന്നേറ്റ് നടക്കില്ല എന്ന്. ഡോക്ടർമാര് പോലും തള്ളിക്കളഞ്ഞതാണ് ദേവയാനിയുടെ ജീവിതം. എന്നാലേ നയനമോളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇന്ന് ദേവയാനി എഴുന്നേറ്റ് നടക്കുന്നത്. മുത്തശ്ശി അങ്ങനെ പറയുമ്പോഴത്തേക്കും ദേവയാനിയും അത് സമ്മതിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ അമ്മേ, അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ്. നയനമോളുടെ കഴിവും പരിചരണവും അതുപോലെ തന്നെ അവൾ എനിക്ക് ആത്മവിശ്വാസവും തന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നത്. താൻ ഇത്രമാത്രം തല്ലി നോവിച്ചും കൊടും ക്രൂരതകളെല്ലാം ചെയ്തതും ഇത്രമാത്രം സ്നേഹമുള്ള ഒരു മോളെ ആയിരുന്നല്ലോ. കുറ്റബോധം കൊണ്ട് എന്റെ നെഞ്ച് നീറിപ്പോവുകയാണ് അമ്മേ. പാവം നയനമോളെ ഞാൻ അവളെ ഒത്തിരി അധികം ശിക്ഷിച്ചു. അതിനുള്ള ശിക്ഷയാണ് എനിക്ക് ദൈവം തന്നത്. എന്റെ നയനമോളോട് ഞാൻ ഇത്രയും കാലം കാണിച്ച ക്രൂരതകൾക്കെല്ലാം എനിക്ക് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. അത് മാത്രമായിരിക്കും ഇനി എന്റെ ജീവിത ലക്ഷ്യം എന്നെല്ലാം പറയുന്നുണ്ട് ദേവയാനി. ഇതൊക്കെ അനാമികയും രേവതിയാണെങ്കിലും കേട്ടുകൊണ്ട് നിൽപ്പാണ്. മുത്തശ്ശി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവാധികാരമുള്ള ദേവയാനി നയനെ സ്നേഹിച്ചു തുടങ്ങി എന്ന് അവരെ അറിയുമ്പോഴത്തേക്കും അവർക്കാണെങ്കിലും വളരെയധികം ടെൻഷൻ ആവുകയാണ്. എങ്ങനെയെങ്കിലും ഇനി ദേവയാനിയെ തന്റെ സൈഡിലേക്കാക്കി മാറ്റണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനാമിക ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട്, വല്യമ്മേ, എന്നാലും എന്റെ വല്യമ്മയുടെ അസുഖമൊക്കെ ഭേദമായല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. വല്യമ്മയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് എന്റെ വല്യമ്മയ്ക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കാനൊക്കെ സാധിച്ചത്. അങ്ങനെ ദേവയാനിയെ കയ്യിലെടുക്കാൻ വേണ്ടി അനാമിക ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ദേവയാനിക്ക് അനാമികയുടെ വാക്കുകൾ കേട്ട് ദേഷ്യമാണ് വരുന്നത്. ദേവയാനി ആകെ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, മതിയാക്കടി, നിർത്തടി നിന്റെ ഈ നാടകം. ഏതായാലും ഇനി മുതൽ നിന്റെ ഇങ്ങനെയുള്ള അഭിനയമൊന്നും എന്റെ മുന്നിൽ വില പോവില്ല മോളെ. ഞാൻ കിടപ്പിലായ സമയത്ത് നീ എന്റെ മുമ്പിൽ വെച്ച് എത്രമാത്രം കുത്തി നോവിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്. ആ സമയത്ത് നീ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത നീയല്ലേ എന്നും എനിക്ക് വേണ്ടി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരു വയ്യായിക വന്നപ്പോഴേക്ക് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് എന്റെ മരുമകളും നയനമോളും മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് വരില്ല എന്നും പറഞ്ഞ് നീയും നിന്റെ അമ്മയും എന്നെ കുത്തി നോവിക്കുന്ന വാക്കുകളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നടി. ഇനി നീ വല്യമ്മയെ വിളിച്ചിട്ട് എന്റെ മുമ്പിൽ വന്നാ മരണം നോക്കി ഞാൻ തരും. ഇപ്പൊ ഞാൻ പറയാ, എന്റെ മനസ്സിൽ മരുമകൾ എന്ന സ്ഥാനം ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നയനമോൾക്ക് മാത്രമാണ്.
അനാമിയൊക്കെയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നയനപുരാണമൊക്കെ വിളമ്പുന്നത് കേട്ടിട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. രേവതിയും കുട്ടി വാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് രേവതിയോടായിട്ട് മാറി നിന്ന് പറയുന്നുണ്ട്, അമ്മേ ആ തള്ളച്ചി ദേവയാനിയും അതുപോലെ നയനയും ഒന്നായ സ്ഥിതിക്ക് ഇനി ഒരിക്കലും അമ്മായിയമ്മയും മരുമകളെയും തമ്മിൽ പിരിക്കാനൊന്നും ഇനി സാധിക്കില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മൾ എന്താ അമ്മയെ ചെയ്യുക? അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള നമ്മുടെ പ്ലാൻ ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ വിഷമത്തിൽ ഇങ്ങനെ അനാമിക ഇരിക്കുമ്പോ രേവതി ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ മോളെ എങ്ങനെയെങ്കിലും ആ ദേവയാനി പരിചരിച്ചുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട്. എന്നാൽ ആ നയനയുണ്ടല്ലോ അവൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേവയാനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേവയാനിയുടെ മനസ്സിൽ ആ നയന ഇടം പിടിച്ചിരിക്കുന്നു. മാത്രമല്ല ഇനി ഒരിക്കലും ദേവയാനിയുടെയും ആദർശിന്റെയും മനസ്സിൽ നിന്ന് അവളെ പറിച്ചെടുത്ത് നീക്കാനും ആരെ കൊണ്ടും കഴിയില്ല. അനാമിക തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചോ ആ തള്ള ഇത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന്? അവരെ ആയുഷ്കാലം മുഴുവൻ ഒരേ കിടക്കുമെന്നല്ലേ ഡോക്ടർമാര് പോലും വിധി എഴുതിയിരുന്നത്. എന്നാലും അവിടെയും ഈ നയന തന്നെ വിജയിച്ചല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞു അനാമികയാണെങ്കിൽ പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ് ദേഷ്യത്തോടെ. ഈ സമയത്താവട്ടെ ദേവയാനി കുറ്റബോധം കൊണ്ട് നീറിപ്പോകുകയാണ്. എന്നിട്ട് ആദർശിനെയും നയനെയും അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. മനസ്സിലൊരു 1000 തവണയെങ്കിലും ദേവയാനി നയനയോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും. ആദർശിനെയും നയനെയും ദേവയാനി അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് അവരോടായിട്ട്, മക്കളെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഹണിമൂൺ ട്രിപ്പ് എല്ലാം മുടക്കിയത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഈ അമ്മയോട് എന്റെ മക്കളെ ക്ഷമിക്കണം. അതും പറഞ്ഞ് ദേവയാനി അവർക്ക് മുമ്പിൽ പൊട്ടിക്കരയാൻ തുടങ്ങുമ്പോ നയന ദേവയാനിയോട്, അമ്മ എന്താ ഈ ചെയ്യുന്നത്? അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് മുടക്കിയെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല അമ്മേ. എന്താണെങ്കിലും ഞങ്ങളുടെ അമ്മയുടെ അസുഖമൊക്കെ മാറിയല്ലോ, അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഉടനെ ദേവയാനി ആദർശനോടായിട്ട് പറയുന്നുണ്ട്, മോനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരു കുഞ്ഞ് ജനിക്കണം. എന്നിട്ട് ആ കുഞ്ഞിനെ എന്റെ കൈകളിൽ വെച്ചിട്ട് എനിക്ക് താലോലിക്കണം. അന്ന് നിങ്ങളുടെ ഹണിമൂൺ യാത്ര ഞാൻ മുടക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി അധികം വിഷമമായി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിന്റെ പ്രായശ്ചിത്തത്തിന് ഞാൻ തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഹണിമൂൺ ട്രിപ്പിന് പറഞ്ഞു വിടുകയാണിപ്പോ. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ, ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള മൂഡൊന്നും ഇല്ലെന്ന് ഏറെ സന്തോഷത്തിലാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരിക്കും ആദർശ്. പക്ഷേ ദേവയാനി പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോനെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹണിമൂൺ ട്രിപ്പ് പോകാനുള്ള ടിക്കറ്റ് ഈ അമ്മ എടുത്തു തരും. അങ്ങനെ ആദർശിനെയും നയനെയും ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് ദേവയാനി തന്നെ പറഞ്ഞയക്കാൻ തുടങ്ങുകയാണ്. ദേവയാനി ഇങ്ങനെ ആദർശിനെയും നയനെയും സ്നേഹിക്കുന്നതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരിക്കും അനാമികയും. അനാമികയുടെ കുതന്ത്രങ്ങളൊന്നും ഇവിടം കൊണ്ടും തീരുന്നില്ല. അവരെ 3 പേരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടധികം കുതന്ത്രങ്ങളൊക്കെ അനാമിക ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും വിലപ്പോകുന്നില്ല. എന്തായാലും അങ്ങനെ ദേവയാനിയുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ തന്നെ നയന ഗർഭിണിയാകുന്നുണ്ട്. മാത്രമല്ല നല്ല ആരോഗ്യത്തോടെയുള്ള ഒരു കുട്ടി അവർക്ക് ജനിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി തന്നെ അനാമികയുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ദേഷ്യവും വാശിയും ഒക്കെ കൂടി വരികയാണ്. കാരണം ആദർശനും നയനയ്ക്കും ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞായിരിക്കും അനന്തപുരിയിലെ സർവ്വസ്വത്തിന്റെയും അവകാശിയെന്ന് മുത്തശ്ശൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി തന്നെ ഇനി തനിക്ക് സ്വത്തുക്കളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ വകവരുത്താൻ വേണ്ടി തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ പ്ലാൻ ചെയ്യും. അപ്പോ ഇങ്ങനെയുള്ള നല്ല കിഡിലൻ എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്